ഞങ്ങളെ ഉള്ളും പുറവും അല്ലാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ നോക്കൂ, മഹാനായ അബുല്ലൈസ് റളിയല്ലാഹുവിനെ സ്വാലിഹുൽ ബുരി റളിയല്ലാഹു നിസ്കരിക്കാൻ വേണ്ടി ഖബർസ്ഥാനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ഖബർസ്ഥാനിൽ അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. ഖബറിലേക്ക് മുന്നിട്ട് നിസ്കരിക്കൽ കറാത്താണ്. സ്ഥാനിൽ കേട്ടോളെ മസ്തരല്ല, ഖബറിലേക്ക് തന്നെ മുന്നിട്ടിട്ട് ഫറലും സുന്നത്തും നിസ്കരിക്കാൻ കഴിയാല, കറാത്താണ്. അപ്പോൾ ഉസ്താദ് ഈ മഹാൻ അങ്ങനെ നിസ്കരിച്ച്, ആ മഹാൻ ഖബറിലേക്ക് മുന്നിട്ടില്ല, ഖബർസ്ഥാനിൽ നിസ്കരിച്ചിനെ, അല്ലാണ്ട് ഖബറിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചെന്നല്ല പറഞ്ഞത്. ഖബർസ്ഥാനിലെ ആട് നല്ല യാഗണ്ട് നിസ്കരിക്കല്ലേ, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടേന്ന്. ഖബർസ്ഥാനിൽ മഹാൻ അങ്ങനെ നിസ്കരിക്കുന്നോ, പതിരാനേരമാണ്, ചെറിയ നില വെളിച്ചമാണ്, ആരാരുമില്ലാത്ത ഇരുട്ടുള്ള സമയമാണ്, എല്ലാവരും മൂടി പുതച്ച് സുഖനിദ്രയിലാണ്. സുബ്ഹാനല്ലാഹ്, ലോകം മുഴുവനും നിദ്രയിലാണ്ട് ആ സമയം. ഒരു ചീവീടിന്റെ ശബ്ദം പോലും മനോഹരമായി കേൾക്കുന്ന ആ വിജനമായ സമയം, കുറ്റാക്കൂരിട്ടുള്ള സമയം. സുബ്ഹാനല്ലാഹ്, മഹാനായ സ്വാലിഹുൽ ബുരി തങ്ങള് ഖബർസ്ഥാന്റെ അവിടെ സൈഡിൽ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ, അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, മുമ്പിൽ കിടക്കുന്ന വിശാലമായ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഖബറുകളുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ മറമാടിയിട്ടുണ്ട്. ആ ഖബറുകളിൽ നിന്ന് ഓരോരുത്തർ പുറത്തു വരുന്നു. ശുഭ്രവസ്ത്രധാരികളായി ശുഭ്രവസ്ത്രധാരികളായി ഖബറിൽ കിടക്കുന്ന, ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഒരുപാട് പേര് വലിയ തട്ടകൾ പിടിച്ചിട്ട്, തട്ടകൾ എന്താ പറയാ, റൗണ്ട് ബട്ടകൾ പിടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഖബറിന്റെ പുറത്തേക്ക് വരുന്ന കാണുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഖബർ വിളർന്നിട്ട് പുറത്തേക്ക് വരുന്നു. വന്നവർ മുഴുവനോ അവരാ തട്ടയിലേക്ക് ഒരുപാട് സാധന സാമഗ്രികൾ നിറച്ചിട്ട്, ബട്ട നിറയെ വിഭവങ്ങളുമായി, തട്ട നിറയെ സാധന വസ്തുക്കളുമായി ഖബറിലേക്ക് മുങ്ങുന്നു, ഖബറിലേക്ക് ഇറങ്ങുന്നു. പിന്നെ അവിടെ ആരും കാണുന്നില്ല, ഇല്ലാ ശാബ, ഒരു ബാല്യക്കാരനെ അല്ലാതെ, ഒരു ചെറുപ്പക്കാരന്, സുന്ദരനായ ഒരു ബാല്യക്കാരന്, 18 കഴിഞ്ഞൊരു ചെറുപ്പക്കാരന്, അയാളെ മാത്രം ഖബറിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അയാളെ കയ്യിൽ ബട്ടയില്ല, തട്ടയില്ല. ഹസീന, വളരെ വിഷമത്തോടെ ബേജാറോടെ അയാൾ അവിടെ നിൽക്കുകയാണ്. പിന്നെല്ലാരും ബട്ടയിൽ ഒരുപാട് ഐറ്റംസുമായിട്ടുള്ളിലേക്ക് പോയി, ഖബറിലേക്ക് പോയി. ഈ വന്ന മനുഷ്യന് പോയിട്ടേ ഇല്ല, കയ്യില് ബട്ടയില്ല, തട്ടയില്ല. അയാളെ കാണുന്നത് വളരെ ദുഃഖിതനായിട്ട് മഹാനായ സ്വാലിഹുൽ ബുരി തങ്ങൾ ചോദിച്ചു, പൊന്നുമോനോ, നീ ആരാണ്? എന്തേ നീ ഇവിടെ നിൽക്കണോ? എല്ലാവരും ഖബറും പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നു. അവരെ കയ്യിൽ വിശാലമായ ബട്ടകൾ, തട്ടകൾ ഉണ്ടായിരുന്നു. കൈ നിറയെ വിഭവങ്ങളുമായി അവർ വീണ്ടും മറഞ്ഞുപോയി. നീ എന്തേ പോവാഞ്ഞോ? നിന്റെ കയ്യിൽ ബട്ട കാണാനില്ലാലോ, നീ ഒറ്റക്കല്ലേ, നീ ആകെ ദുഃഖിതനല്ലേ, നീ എന്തേ ഈ കോലത്തില് എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തറിയാ? പൊന്നുമ്മ കേട്ടോ, പൊന്നു പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ. ആ ബാല്യക്കാരൻ പറഞ്ഞു, സഹോദരാ, മനുഷ്യ, ഞാൻ ആരറിയുമോ? വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയൊരു ഉമ്മാന്റെ മോനാണ്. 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്. ഞാനൊരു ബാല്യക്കാരനായിരുന്നു. ആ സമയത്ത് എൻ്റെ ഉമ്മാക്ക് ഞാനൊരു മോനായിരുന്നു. എന്തോ ഒരു കാരണം കൊണ്ട്, രോഗം കൊണ്ടോ ക്ഷീണം കൊണ്ടോ എന്തോ ഞാനങ്ങ് മരണപ്പെട്ടു. എന്നെ കൊണ്ടുപോയിട്ട് മറമാടിയത് ഈ ഖബർസ്ഥാനിലാണ്. പിന്നെ എന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയില്ലോ. എൻ്റെ ഉമ്മ പോലും എന്നെ ഓർത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞ പൊന്നുമോനായ ഞാൻ മരണപ്പെട്ട പിന്നെ എൻ്റെ ഉമ്മയതാ, എൻ്റെ ഉമ്മാക്ക് അന്നേ ഭർത്താവില്ലായിരുന്നു. എൻ്റെ ബാപ്പ പണ്ടേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മ വിധവയായിരുന്നു. എൻ്റെ മരണശേഷോ, എൻ്റെ കാലശേഷോ എൻ്റെ ഉമ്മയതോ
നല്ല യോജിച്ച ഒരാളെ കൂടെ ഭാര്യയായി പോകുന്നു. ഇന്ന് സുഖത്തിലാണ്, സന്തോഷത്തിലാണ്, എല്ലാം മറന്നിട്ട് സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് കഴിയുന്നതിൻ്റെ ഇടക്ക് എൻ്റെ ഉമ്മ എന്നെ മറന്നു, എന്നെ ഓർത്തില്ലോ. ഒരു യാസീന, ഒരു ഓത്ത, ഒരു ബൈത്ത, ഒരു ഖുർആന, ഒരു സദഖയാ എൻ്റെ പേരിൽ എൻ്റെ ഉമ്മ തന്നില്ലോ. ആ വന്ന മനുഷ്യരെല്ലാം, ആ കബർ പൊട്ടിയിട്ട് മുകളിലേക്ക് വന്ന ജനങ്ങളെല്ലാം ആ വന്ന ബട്ടയിൽ കൊണ്ടുപോയത് അവർക്ക് നാട്ടുകാരും മക്കളും കൂട്ടുകാരും കുടുംബക്കാരും അവരെ പേരിൽ കൊടുത്ത സ്വതക്കാന്റെ കൂലിയാണത്. അവരെ പേരിൽ ദുആറുന്നതിന്റെ ഫലമാണത്. അവർക്ക് ചെയ്ത നന്മകളുടെ പ്രതിഫലമാണത്. അവരുടെ പേരിൽ മക്കൾ കൊടുത്തതിന്റെ കാര്യമാണത്. അവർക്ക് കിട്ടിയ സ്വതക്കാന്റെ ലാഭമാണത്. അതുമായി അവർ കബറിലേക്ക് ഇറങ്ങിയതെങ്കിൽ എനിക്കാരും തന്നില്ല. എൻ്റെ ഉമ്മ പോലും എന്നെ മറന്നു. ഞാൻ വളരെ ദുഃഖിതനാണ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ വെറും കയ്യോടെ കബറിലേക്ക് താണുപോയി. സുബ്ഹാനല്ലാഹ്, താണുപോകുന്നതിൻ്റെ ഇടയിൽ ചെറുപ്പക്കാരനോട് ഉമ്മയാര്, ഉമ്മാന്റെ നാടേത്, ഉമ്മാന്റെ വീടേത് എന്നൊക്കെ അഡ്രസ് ചോദിച്ചിരുന്നു. ആര് 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 നിങ്ങ എൻ്റെ കൂടെ ഇല്ല. ഈ വയലിൻ ചെല്ലിങ് ഉപേന്ദ്രൻ്റെ പാട്ടല്ല, വായി വളർന്നിട്ട് കേൾക്കോനി. ഇത് പരക്കാരത്തേക്ക് ഒരു ചെല്ലു കൊടുക്കണോ വന്നിട്ടില്ലെങ്കിൽ? ആര് വയലിന് വരാത്ത ഇപ്പോൾ വരുന്നത്? അവർക്കിത് ചെല്ലു കൊടുക്കണോ? ഇത് വലിയ പാഠമുള്ളത്. ഈ വയലിൻ ചെല്ലിങ് എന്തിനറിഞ്ഞാൽ അത് രണ്ട് കാര്യത്തിന്. ഒന്ന് സ്വന്തം ഞമ്മ ചെയ്യോന്, പിന്നൊന്ന് ബാക്കിയുള്ളവന് പറഞ്ഞു കൊടുത്തിട്ട് അയാളെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ. അല്ലാണ്ട് ഇത് പൈസക്കാനുള്ള പരിപാടിയല്ല. പൈസ വേണോ? പൈസ എന്തിനു വേണ്ടത്? പൈസ എന്തിനു വേണ്ടത്? പൈസ എല്ലാത്തിനും വേണം. പക്ഷെ ഞങ്ങൾ ബിദ്ദാത്ത് മഖ്സൂദ്, ബില്ലൗല മഖ്സൂദ് പൈസ അല്ല. പൈസ വരും. ഞങ്ങളെ നീയത്ത് ശരിയുണ്ടെങ്കിൽ, അള്ളാഹ് കാണു എന്ന നീയത്താണെങ്കിൽ എല്ലാം അള്ളാഹ് ഏറ്റെടുക്കും. അത് ഉറപ്പല്ലേ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എടുക്കണമല്ലോ, എങ്കിൽ അള്ളാഹ് എല്ലാം സപ്പോർട്ടാക്കും. ഞങ്ങളതെല്ലാം ജാമായിനെന്തേ? ഞങ്ങൾ ദുനിയാവിനെ ചെയ്തുകൊണ്ടുള്ളൂ. ഞങ്ങൾ അള്ളാഹ്ക്കും ചെല്ലിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ടില്ല. ഞങ്ങൾ അള്ളാഹ്ക്കും ചെല്ലിട്ട് ഒരാളെ കൈ പിടിച്ചിട്ട് അക്കരെ കടത്തിയിട്ടുമില്ല. ഞങ്ങളുടെ CC ക്യാമറയിൽ എല്ലാവരും കാണുന്ന നാളെ വീഡിയോ വൈറലാവും ചൊല്ലിയിട്ട് കണ്ണ് കാണാത്തവനെ കൈ പിടിച്ചിട്ടുണ്ടേന് വരുന്നല്ലോ നാളെ. അള്ളാഹ്ക്ക് വേണ്ടി ചെല്ലിട്ട് ഞാൻ ചെയ്ത് ഞാനും അങ്ങനെ, നമ്മളും അങ്ങനല്ലേ. നിസാമിന്റെ സ്പീച്ച് നാക്കാൻ തന്നെ ഞമ്മല്ലോ അള്ളാക്കുന്നില്ല. പടച്ചറബ് നല്ലവരെ വർക്കത്തുകൊണ്ട് കബൂലാകട്ടെ. പറഞ്ഞ എനിക്കും കേട്ടവർക്കും അല്ലാഹ് ഉപകാരപ്പെടുത്തട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതനുസരിച്ച് മഹാനായ ആ മനുഷ്യൻ മഹാനർ എന്തൊക്കെയറിഞ്ഞ സുബഹിന്റെ ജമാഅത്തിൽ കൂടി നേരം വെളുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഉമ്മാനെ തേടിപ്പോയി. ഈ മോൻ്റെ ഉമ്മാനെ തേടിയിട്ട് പോയി. അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഉമ്മാട് കേട്ട്, നിങ്ങൾക്ക് മക്കളുണ്ടാ? ഉമ്മ പറഞ്ഞു, മക്കളില്ല. ആ മാപ്പിൾതല് പോലും മക്കളുണ്ടായിന്, മോനുണ്ടായിന്, മോന് മരിച്ചിനെന്ന് ഉമ്മ പറഞ്ഞിട്ട. ഉമ്മ നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾ വിചാരിച്ചോണ്ടോ ഉമ്മ വെറും ഉമ്മ നല്ലോ. പക്ഷെ ഇതറിയാല. ഇങ്ങനെല്ലാം ആക്കണോ, ഇങ്ങനെല്ലാം പോകണോ, ഇങ്ങനെല്ലാം ചെയ്യണമെന്ന് ഉമ്മക്കറിയാലോ. ഉമ്മ നല്ലൊരുത്തി, അല്ലാണ്ട് നമ്മളെ പോലത്തെ കാട്ടുകൊയ്യല്ല. കുറച്ച് ദീനും ബോധമെല്ലാം ഉള്ളത് തന്നെ. പക്ഷെ എന്തോ ബൈ മിസ്റ്റേക്ക് വിട്ടുപോയി. ഉമ്മട് കേട്ട്, നിങ്ങൾക്ക് മക്കളുണ്ടായിന? ഉമ്മ ചൊല്ലി, നേർ ചൊല്ലി, എനക്ക് മക്കളില്ല. ചോദ്യത്തിന് മറുപടി അങ്ങനല്ലേ? കേട്ടിന് മാത്രം ഉത്തരം ചൊല്ലണം. അതിന് അപ്പുറം ചെല്ലുന്ന അധിക പ്രസംഗം. എനക്ക് മക്കളില്ല. നിങ്ങൾക്ക് മക്കളില്ലേ? ഇല്ല. മഹാനായ സാലിഹുൽ ബുരി തങ്ങൾ രണ്ടാമത് ചോദിച്ചു, നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിന? അപ്പ പറഞ്ഞു, ഉണ്ടായിന് ഫമാത്ത, മരിച്ചു. ഉണ്ടായിന്, ഒരു മോനുണ്ടായിന്, ഫമാത്ത. അപ്പം ഈ കണ്ട കഥനക്കഥയെല്ലാം മഹാനർ വിശദീകരിച്ചു. ഉമ്മ, നിങ്ങളെ മോനെ ഞാൻ കണ്ടു. നിങ്ങളെ മോനൊരു ആത്മീയ ലോകത്ത്, ഒരൗദിക ലോകത്ത്, ഒരാദൃശ്യ ലോകത്ത് ഞാൻ കണ്ടു. നിങ്ങളെ മോൻ്റെ അവസ്ഥ പരിതാപകരമാണ്, ദുഃഖസാന്ദ്രമാണ്, ശോകമുഖമാണ്, വല്ലാത്തൊരവസ്ഥയിലാണ്. ചുറ്റുഭാഗത്ത് കിടക്കുന്ന കബറാളികളൊക്കെ സ്വർഗസ്ഥരാണ്, സന്തോഷത്തിലാണ്, നല്ല ഹാപ്പിയാണ്. അവരുടെ കബർ നിറയെ നന്മകളുടെ പ്രതിഫലം ഒഴുകുകയാണ്, ദാനികളുടെ ധർമ്മത്തിന്റെ കൂലി ഒഴുകുകയാണ്. നിങ്ങളെ മോനാണെങ്കിൽ കബർ ലോകത്ത് പട്ടിണിയാണ്.
ആ വീട്ടില്, ആരാരുമില്ലാത്ത വീട്ടില്, ഒറ്റക്കുറങ്ങുന്ന ആ വീട്ടില്, ഹിയ ബൈത്തുദ്ദൂദ് ഹിയ ബൈത്തുൽ വഹ്ദ ഹിയ ബൈത്തുത്തുറാബ്. ആരാരുമില്ലാത്ത ആ വീട്ടിൽ ഒറ്റക്കാണുമ്മാ. നിങ്ങളെ പോലും മറന്നോ? ആ മകൻ ഇന്നൊരാൾ യാസീൻ ഓതാനില്ല, ആ മോന്റെ പേരിൽ ദുആർപ്പിക്കാൻ ആളില്ല, ആ മോനല്ലാ നീ പൊറുക്കല്ല എന്ന് പറയാൻ ഒരാളില്ല. നാട്ടുകാർ മറന്നതിൽ ബേജാറില്ല. പെറ്റുമ്മയായ നിങ്ങൾ പോലും അവഗണിച്ചുവല്ലേ എന്ന് ചോദിച്ചപ്പോ കണ്ണുനീർ വാർത്തുകൊണ്ട്, ശജലങ്ങളായ കണ്ണുകൊണ്ട് ആ ഉമ്മ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, മഹാനരേ, എൻ്റെ എന്തോ ഒരവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ മറന്നുപോയതാണ്. അതെൻ്റെ കരളായ മോനാണ്, അതെൻ്റെ എല്ലാമായ ചോരയാണ്. നിങ്ങൾ ഈ പറച്ചൽ കേൾക്കുമ്പോ എൻ്റെ മോൻ്റെ അവസ്ഥ വളരെ ബേജാറിലാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് മഹാനായ സ്വാലിഹുൽ ബുരി തങ്ങളെ കയ്യില് ആ ഉമ്മയതാ 1000 ദീനാർ എടുത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തങ്ങള് ഇത് എൻ്റെ മോൻ്റെ പേരിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കണോ, എൻ്റെ മോൻ്റെ പേരിൽ നിങ്ങൾ ഇത് ദാനം ചെയ്യണോ എന്ന് പറഞ്ഞിട്ടങ്ങ് ഏൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ചരിത്രം നിർത്തട്ടെ. മഹാനർ അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടവർക്ക്, പാവപ്പെട്ടവർക്ക്, കണ്ണില്ലാത്തവർക്ക്, സാധുക്കൾക്ക്, നല്ലവരായ അള്ളാഹുവിന്റെ അടിമകൾക്ക് ആ കിട്ടിയ 1000 രൂപ സ്വതക്ക കൊടുത്തു. ആ സ്വതക്ക മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ പേരിൽ കരുതുകയാണ്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ രാത്രിയും സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോ മഹാനായ സ്വാലിഹുൽ ബുരി തങ്ങള് ഖബർസ്ഥാനിൽ ചെറുപ്പക്കാരനെ കണ്ടു. കയ്യിലുള്ള പ്ലേറ്റ് നിറയെ വിഭവങ്ങളാണ്. ചെറുപ്പക്കാരൻ നല്ല സന്തോഷത്തിലാണ്, സ്വർഗീയ ഉടുപ്പുകൾ ധരിച്ച കോലത്തിലാണ്. ആ കോലം മാറ്റത്തിന്റെ കാരണം, ഇന്ന് ആ ചെറുപ്പക്കാരൻ സന്തോഷിക്കാനുള്ള കാരണം വീട്ടുകാരായ വേണ്ടപ്പെട്ടവരായ ഉമ്മ വേണ്ടപ്പെട്ടവർ കൊടുത്ത ദാനധർമ്മത്തിന്റെ കൂലിയാണ്. അതുകൊണ്ട് അവരെ മറക്കരുത്, ഉമ്മാനെ മറക്കരുത്. അവർ തന്ന ആ ബാക്കി മണ്ണിലാണ് ഞാനും നിങ്ങളും ഇന്ന്. അല്ലേ അല്ലേ? നീ സുബൈക്ക് പോയിട്ട് മോന്തിയോളം അടക്ക വലിച്ചോണ്ടില്ലേ? ആരെ തോട്ടം? ആരാക്കിയത്? ബാപ്പ. നിനക്ക് എത്ര ഓതി? 300. ബാക്കി ഇളയന് അല്ലേ? അതിനെ വലിച്ചിട്ട് അക്കൗണ്ട് ഫുള്ളായിക്കൊണ്ടുള്ളൂ. ബാപ്പാൻ്റെ പേരിലൊരു 100 അടക്കൻ്റെ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ ആ കവറിൽ എത്ര സന്തോഷിക്കട്ടെ. അല്ലാ അൽഹംദുലില്ലാ, എൻ്റെ മോനെ ഞാൻ ആക്കിയിട്ട് കൊടുത്തതും നീ ആ ചെയ്തൽ ബർക്കത്താക്കിയതും വലിയ ഗുണമായി. എനക്കും തന്നുണ്ടേ ഉണ്ട്. ഇപ്പോഴും നമ്മൾ വിശ്വാസം അതല്ലേ. മരണപ്പെട്ടവർക്ക് ദുആരക്കൽ കൊണ്ട് നമുക്ക് കുറേ ഗുണമുണ്ട്. അതിൽ ഒരു ഗുണം പറഞ്ഞാൽ നമുക്കല്ല ആയുസ് നീട്ടിത്തരും. നിങ്ങൾക്ക് മരണപ്പെട്ടവർക്ക് നന്മകൾ ചെയ്യലുകൊണ്ട്, മരണപ്പെട്ടവരുടെ പേരിൽ സ്വതക്ക കൊടുക്കലുകൊണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കലുകൊണ്ട് നമുക്കല്ല കൂലി തരുന്ന മാത്രമല്ല, നമുക്കല്ല ബർക്കത്ത് ചെയ്യുന്ന മാത്രമല്ല, നമുക്കല്ല തരുന്ന ഗുണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്കല്ല ആയുസ് നീട്ടിത്തരും. അത് നീ എൻ്റെ ഉമ്മ മരിച്ചിന്, ഫോർ എക്സാമ്പിൾ, ഉദാഹരണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു, ഞാൻ അവർക്ക് ദുആരുന്നുണ്ടേ ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് വയൽ നടക്കുമ്പോൾ, കുത്തിവെത്ത് നടക്കുമ്പോൾ, പള്ളിയിൽ റാത്തി നടക്കുമ്പോൾ, വെള്ളിയാഴ്ച ജുമാ നടക്കുമ്പോൾ 100 രൂപ 200 രൂപ എല്ലാം കൊടുത്തോണ്ടുണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ദുആരുന്നുണ്ട്, അവരുടെ പേരിൽ സ്വതക്ക എഴുതുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇണക്കല്ല ആയുസ് നീട്ടി തരും. അതെന്തിനീന്ന് അതെന്തിനറിഞ്ഞാൽ അവർക്ക് ഈ കൂലി കിട്ടണമെങ്കിൽ ഞാൻ ഇനിയൂടെ ബാക്കിയായിട്ട് പോകണം. ഞാൻ എത്ര ബാക്കിയാണ് അത്ര അല്ലാഹു തആല അവർക്ക് ഗുണം ചെയ്യും. ഒന്ന്. രണ്ടാമത്, അവർക്കത് കിട്ടണമെങ്കിൽ അള്ളാഹു എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കന്നെ വേണം. അത് എനക്കുള്ളൊരു തൗഫീഖാണ്, എനക്കത് ഗുണമാണ് അല്ലേ? അപ്പം അതിന് അള്ളാഹു ആയുസ് നീട്ടിത്തരും. അങ്ങനത്തെ മനുഷ്യന്മാരൊന്നും അള്ളാഹു വേഗം കൊണ്ടുപോയാല. അല്ലോ സാർ നല്ല കൊടുകൈ ദാനി ടപ്പോയിനല്ലേ. അത് പിന്നെ അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മരണത്തിന് തടുക്കാനുള്ള ഒരിതുമില്ല. നീ മരിക്കേ വേണ്ടാൻ ചിലട്ട് നീ തെങ്ങിൻ്റെ അടക്കല്ല, കങ്ങുൻ്റെ അടക്കല്ല, നീ കങ്ങുൻ്റെ തയ്യെ കൊടുത്തെങ്കിൽ മരിക്കാതിരിക്കല്ല. ഇനി ആ നീയത്ത് വെച്ചിട്ട് നീ എന്താ കണ്ട അവിടെ കങ്ങുൻ്റെ തൈ പറിച്ചിട്ട് കൊണ്ടണ്ട, മരിക്കും.
പക്ഷേ ആയുസ്സല്ല നീട്ടിത്തരും. അങ്ങനെയാണ്, ആയുസ് നീട്ടിത്തരും. സ്വതക്ക കൊണ്ടുള്ള ഗുണം ചെറുതല്ല, അത് വലിയൊരു സംഗതിയാണ്. അള്ളാഹു താല ആ നിലക്കുള്ള സമ്പത്തും മുതലും ശമ്പളവും ജോലിയും കൂലിയും എല്ലാം നൽകി അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ പൈസ, ഞങ്ങളെ കൂലി അത് മരുന്നിന് ചെലവാക്കിയിട്ട് തീർക്കേണ്ട ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ, അള്ളാഹു വരുത്താതിരിക്കട്ടെ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഏർപ്പാടുകൾ ധാരാളം ചെയ്യുക, ദാനധർമ്മം ചെയ്യുക, അള്ളാഹിന്റെ പൊരുത്തത്തിലായി ജീവിക്കുക, ഇൽമിന്റെ വഴിയിലായി നീങ്ങുക, ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ നല്ലോണം ബഹുമാനിക്കുക, മറ്റുള്ളവരെ കുറ്റങ്ങളോ കുറവുകളോ പറയാതിരിക്കുക. ആരുടെങ്കിലും എന്തെങ്കിലും മോശത്തരങ്ങൾ കണ്ടുപോയെങ്കിൽ, എവിടെയോ കണ്ട വീഡിയോ പിന്നെ കട്ട വീഡിയോ വാട്സപ്പിൽ വന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാവൃത്തികൾ ആരോ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് നിങ്ങളെ വാട്സപ്പിൽ കണ്ടെങ്കിൽ, നിങ്ങളെ കാതിൽ കേട്ടെങ്കിൽ, നിങ്ങത് അപ്പുറം ഷെയർ ആക്കാൻ നിൽക്കണ്ട. അത് ഷെയറാക്കാൻ നിൽക്കണ്ട. പടച്ച തമ്പുരാന് പറഞ്ഞെന്തറിയോ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശത ഫിദ്ദുനിയ ഫില്ലദീന ആമനൂ. നല്ല പോലെ കേട്ടോ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശ, വേണ്ടാത്തരങ്ങള്, അതേ സത്യവിശ്വാസികളെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് അനാവശ്യ വാർത്തകള്, വേണ്ടാത്ത വാർത്തകള്, ആവശ്യമില്ലാത്ത വാർത്തകള് മുസ്ലിമീങ്ങളെ പറ്റി ഞാനും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നല്ല പോലെ ശ്രദ്ധിച്ചോ. ലഹും അദാബുൻ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഭീകരമായ അദാബുണ്ട്, വല്ലാത്ത ശിക്ഷയുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച, വിശ്വാസികളെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അനാവശ്യങ്ങളെ പറഞ്ഞു വരുത്തരുത്. അവങ്ങണ്, ഓ ഇങ്ങണ്, അവ അങ്ങണല്ലോ, ഓ ഇങ്ങണല്ല, ഈ വീഡിയോ നീ നോക്കൂലോ, ഈ വാർത്ത നീ വായിക്കൂലോ എന്ന് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള അനാവശ്യ വാർത്തകള് അത് നീ ഷെയറാക്കരുത്, സെൻഡാക്കരുത്, അത് നീ പറഞ്ഞു വരുത്തരുത്. അങ്ങനെയെങ്കിൽ ലഹും അദാബുൻ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും വല്ലാത്ത ശിക്ഷയുണ്ട്. മാത്രമല്ല, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഒരു തെറ്റ് ചെയ്തു പോയി. ഒരു മിനിറ്റ് മാവലെ, 5 മിനിറ്റ് നീ എന്നെ പറഞ്ഞോ സിദ്ദീഖ്, എത്ര മണിയാളോ? 11 കാലായി, 11:30 അല്ല, അങ്ങനല്ല, നിങ്ങൾ എന്തോ ഒന്ന് ഉറപ്പിക്കണം. നിങ്ങൾ ജാറിക്കൊണ്ടേ പോകാൻ കാല 11:30 ദ്വായോടുകൂടി 11 ഇൻഷാ. ഒരു 5 മിനിറ്റ് നീ അവിടെ നിന്ന് ഇരിയാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ. ഇത് കേക്ക്. മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്കിന്ന് വലിയൊരു കുസി എന്തറിഞ്ഞാൽ അവനെന്തെങ്കിലും നോക്കിയിട്ട് അവൻ്റെ കുന്തു കുറത്തെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഫിത്ന ഫസാദ്. ഇപ്പം പിന്നെ വാട്സപ്പിൽ ഉള്ളതിനെ കൊണ്ട് പിന്നെ എളുപ്പമായി, വലിയ പണിയൊന്നുമില്ല. പണ്ടെല്ലാം ഫോൺ തിരിക്കാനായിന്, പാഞ്ഞോണ്ട് പോയി ചെല്ലാനായിന്, സുബൈക്ക് ബസ് കയറിട്ട് സുബ്രഹ്മണ്യത്തേക്ക് എത്തണായിന്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അംബാനിൻ്റെ 3 MB റീചാർജ് ആക്കിയെങ്കിൽ എല്ലാ കുന്തവും പോന്നു. അല്ലേ സംഗതി ഒരു മനുഷ്യൻ്റെ തപ്പ് വരും, സ്വാഭാവിക. മനുഷ്യന്മാരല്ലേ, അല്ലേ എന്നെ നോക്കി, മനുഷ്യന്മാരല്ലേ. എത്ര വലിയ ഹോജരാജാവാണെങ്കിലും തപ്പ് വരും, മനുഷ്യനാണ്. അതിനായതും ഞാൻ എന്താക്കണറിഞ്ഞാ അതാണ് സംഭവിച്ചു പോയി. അതെന്തോ ഒരു സമയദോഷം, എന്തോ ഓൻ്റെ ഒരു ശനി, അത് വിടണം. അതിനിങ്ങനെ ചെല്ലിയിട്ട് നടക്കുന്ന, ആ വീഡിയോനെ കാട്ടിച്ചിട്ട് പറഞ്ഞോണ്ട് നടക്കുന്ന, അതിനിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നടക്കുന്ന, ഇത് ശരിയല്ല. മറ്റുള്ളവൻ്റെ ന്യൂനതകൾ ഇത് ഗൗരവമാണ്. നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. മറ്റുള്ളവന്റെ ഫിത്നകളും ഫസാദുകളും പറഞ്ഞിട്ട് ഞങ്ങൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. നീ 10,000 ഖത്തം ഓതി തീർത്തിട്ടും കാര്യമില്ല. ഞങ്ങളെ പെണ്ണുങ്ങൾ നല്ലോണം കേൾക്കണോ? നിസ്കരിക്കുന്നത് തുടങ്ങുന്നു. അമ്മായി മരുമോളതും മരുമോയി അമ്മായിൻ്റെ രണ്ടാളും കൂടിയിട്ട് മച്ചുരിമാരത് എണ്ണം തന്നെ. പിന്നെ മച്ചുരിമാർ ചെല്ലണ്ടേ വേണ്ട, ഓർക്ക് പിന്നെ അമ്മായിനെ പിരികേറ്റ് തന്നെ പണി. അവൻ മരുന്ന് കുടിപ്പിച്ചിരുന്ന ആളാ, അവൻ സ്വബയ്ക്ക് ചായ നേരെ തന്നിന ആളാ, വൗള്ളാടെ പറകിപ്പേട്ടൽ.
എന്നിട്ട് അവിടുന്ന് വിളിച്ചിട്ട് കേൾക്കുന്നു കൂടെ ഉമ്മൻ്റെ ഇത് ഉമ്മാനെ പിരികേറ്റുന്നത് അങ്ങനത്തെ എല്ലാ മെച്ചുമാർ കല്ലെറിഞ്ഞ കാറിലേക്ക് എല്ലാവരും അങ്ങനത്തതുണ്ട് ശരിയല്ല. നിങ്ങൾ വല്ല ഉംറക്ക് പോയാലും, നിങ്ങൾ എത്ര വാല് കേട്ടാലും, ഞാൻ എത്ര വാല് പറഞ്ഞാലും, എത്ര വലിയ ഇബാദത്തുകാരനായാലും, മറ്റുള്ളവനെ പറഞ്ഞിട്ട് ഫിത്ന ഫസാദ് പറഞ്ഞിട്ട്, അവന്റെ കുന്തുകുറത്ത് പറഞ്ഞിട്ട്, അവന്റെ ന്യൂനത പറഞ്ഞിട്ട്, അവന്റെ മൈനസ് പറഞ്ഞിട്ട്, അവന്റെ ഇല്ലാ കഥകളും ഉള്ള കഥകളും പറഞ്ഞിട്ട് ഒരാളെ ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയാൽ, കുറ്റം പറഞ്ഞു നടന്നാൽ, അവനെ പറ്റി അനാവശ്യം പറഞ്ഞു പ്രചരിപ്പിച്ചാൽ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ അദാബുണ്ട്. എവിടെ അറിയുമോ? ദുനിയാവിലും ആഖിറത്തിലും. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് എത്ര ഗൗരവമാണ്, എത്ര വലിയ ചിന്തിക്കേണ്ട വിഷയമാണ്. മൻ ഗയ്യറ അഖാഹു, ഹബീബായ നബി തങ്ങൾ പറയുകയാ, മൻ ഗയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലുഹു. അവരന്, മറ്റുള്ളവന്, ആണാവട്ടെ പെണ്ണാവട്ടെ, നീ എങ്ങാനും വല്ലതും പറഞ്ഞിട്ട് നീ തമാശയാക്കിയിട്ടുണ്ടെങ്കിൽ, അവനെ പറ്റിയുള്ള ഫിത്ന ഫസാദ് നീ പരത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അത് വലിയ ഖുഷിയല്ലേ നമുക്ക്, അല്ലേ? വയലിന് വരും, എല്ലാം വരും നോക്കിയിട്ട് എത്രൻ്റെ ഇത് ഒരു 10-20 ലക്ഷം എല്ലാം ആവും. ഓറ് പിരിച്ചാണക്കിന് ഒരു 28 ആണോ? പിന്നെന്താ ആർക്കറിഞ്ഞ് എത്ര ഉള്ള കിട്ടണ, എത്ര വാർത്ത കിട്ടണ. അങ്ങനെ ഒന്നും ഉണ്ടാവേല, ഉണ്ടായിട്ടുണ്ടാവേല. ഉണ്ടെങ്കിൽ അതിന് നോക്കാൻ ആൾ വേറെ ഇല്ല. പടച്ചോൻ വെച്ചിട്ടില്ല. നീ ആറാ ഈർത്തി വിഷയമല്ല. ഇതിപ്പോൾ എൻ്റെ സിദ്ധിക്ക് ചെല്ലാൻ ചെല്ലിയിട്ടുമില്ല. നമ്മളെന്നെ വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോൾ വയ്യ, അയാൾ എല്ലാം കറക്റ്റ്, മാത്രം അത് ചെല്ലണ്ടാഞ്ഞി. കണ്ട ഏത് അത് ഒന്നും ഞാനും അങ്ങനെ മോശമില്ല. മാഷാ അല്ലാഹ്, തിങ്കളാടിൻ്റെ ആൾക്കാരും പരിപാടിയും ഓരോ സംഘാടകരും എല്ലാം ഉഷാർ. ഭയ്യ ബാടി കണക്ക് മിക്കിയിട്ട് കേൾക്കേണ്ടി വന്നിനി. കണ്ട സംഗതി ചിലപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും. ചിലടത്ത് പോയി മിക്കുന്നതല്ല, യാ ജർക്കടിക്കേണ്ടി വരുന്നു. എന്നാലും ചെല്ലേണ്ടി വരില്ല. മെല്ലെ ചെല്ലങ്ങായില്ല. ഈ നാട്ടുകാർ നീ കൂടുന്നോ, ഏകദേശം 10-62 കിലോമീറ്റർ പോകണോ, പോകുന്നിടത്തോളം നീ ഫോൺ ആയിക്കോട്ടെ ചൊല്ലിക്കൊണ്ട് പോകുന്നതിൻ്റെ തന്നെ നീ ഈ ന്യൂനത്ത് ചൊല്ലിക്കൊണ്ട് പോകുന്നത്, നീ അനാവശ്യം പറഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുന്നേ നിന്നെ കൊണ്ടാ തെറ്റ് ചെയ്യിപ്പിക്കാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കല. നാളെ നീയും നാറും. നീ ആരെല്ലാം നാറ്റിച്ചിട്ടുണ്ടോ, നീ ആരെയെല്ലാം വഷളാക്കിയിട്ടുണ്ടോ, നീ ആരെയെല്ലാം ഫിത്ന പറഞ്ഞിട്ടുണ്ടോ. മൻ ഗയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലുഹു. അത് നീ ഒരാളെ ആക്ഷേപിച്ചുവെങ്കിൽ, കുറ്റപ്പെടുത്തിയെങ്കിൽ, ആ ആക്ഷേപം, ആ തെറ്റ്, അയാളെ പറ്റി പറഞ്ഞ ആ പ്രവർത്തനം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാതെ, അള്ളാഹു നിന്നെ ചെയ്യിപ്പിക്കാതെ, നിന്റെ ആൾക്കാർക്കിടയിൽ നീ വഷളാവാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കല. നല്ല പോലെ കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് അദ്ദുറുൽ മൻസൂറിലെ കാണാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ തലബ ഔറത അഖീഹിൽ മുസ്ലിം തലബല്ലാഹു ഔറതഹു ഹത്താ യഫ്ലഹു ഫീ ബൈതിഹി. മറ്റുള്ളവനെ നീ നാണം കെടുത്തിയെങ്കിൽ, അവരനാവശ്യം പറഞ്ഞിട്ട് നീ വഷളാക്കിയെങ്കിൽ, ജനങ്ങളുടെ മുമ്പിൽ നീ അനാവശ്യ ചർച്ച നടത്തിയിട്ട് ഒരാളെ ബേജാറാക്കിയെങ്കിൽ, നിന്റെ പുരക്കാരുടെ ഇടയിൽ നിന്നെ നാണം കെടുത്താതെ, നിന്റെ ഭാര്യ മക്കൾ ഉമ്മ പാപ്പാന്റെ ഇടയിൽ നിന്നെ വഷളാക്കാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കല. ആ ഗതികേടിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അതുകൊണ്ട് അനാവശ്യം പറയണ്ട, ആരെയും കുറ്റം പറയണ്ട, ഒരാളോടും മനസ്സിൽ വെറുപ്പ് വേണ്ട. അല്ലാഹ് തന്നത് അല്ലാഹുവിന്റെ വഴിക്ക് ചെലവാക്കാൻ മറക്കണ്ട, അനാവശ്യങ്ങളിലേക്ക് കൊടുക്കണ്ട, ഹറാമായ കളികാര്യങ്ങൾക്ക് കൊടുക്കണ്ട. പള്ളികൾക്ക്, മദ്രസകൾക്ക്, ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകൾക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, ആലിമീങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് നല്ലോണം കൊടുത്തു. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത്
ബർക്കത്ത് ചെയ്യട്ടെ. അത് അമീൻചല്ലേ. അതിൻ്റെ കൂലി അല്ലാ മരിച്ചുപോയ ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു കൊടുത്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ മരുന്നില്ലാതെ ശിഫയാക്കട്ടെ.